വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ ഫ്യൂസ് ഊരി. സോണൽ ഓഫീസിനോട് ചേർന്നുള്ള ഹെൽത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എന്നിവിടങ്ങളിലെയും ഫ്യൂസുകൾ വൈദ്യുതി വകുപ്പ് ഊരി മാറ്റിയിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ട് എന്നാണ് KSEB പറയുന്നത്. ഫോർട്ട് കൊച്ചി കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ വന്ന് ഫ്യൂസ് ഊരുകയുണ്ടായി. അത് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ഇലക്ട്രിസിറ്റി ബില്ല് കുടിശ്ശികയും ബില്ല് കൊണ്ടിട്ടാണ് ഒരു ഫ്യൂസ് ഊരിയെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. നമ്മളൊരു ബില്ലടക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളാണ് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഈ ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളിൽ ഇതേവരെ കോർപ്പറേഷൻ ബില്ലടക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ പല സ്ഥലത്തും അടച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും പല അന്തേവാസികളിലെ താമസിക്കുന്ന സ്ഥലങ്ങളിലടക്കം ഫ്യൂസുകൾ ഊരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് സംഭവം? ഇങ്ങനൊരു ഫ്യൂസ് ഊരുന്ന നടപടിയിലേക്ക് KSEB കടന്നത് എന്തുകൊണ്ടാണ്? അധികൃതരുടെ വിശദീകരണം എന്താണ് വിഷ്ണു? റിജിത്ത്, നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും ഈ വൈദ്യുതി കുടിശ്ശിക അടക്കാൻ തയ്യാറത്ത പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് KSEB കടന്നത്. ഇന്ന് രാവിലെ ഫോർട്ട് കൊച്ചിയിലെ ഈ അനെക്സ് കേന്ദ്രത്തിൽ എത്തി പ്രധാനമായും ഹെൽത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ്, സോണൽ ഓഫീസ്, ഈ 3 ഓഫീസുകളുടെ വൈദ്യുതി ബന്ധമാണ് വിഷയം. 2 ലക്ഷം രൂപയുടെ കുടിശ്ശിക കോർപ്പറേഷൻ വൈദ്യുതി ഇനത്തിൽ KSEBക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ കൃത്യമായ ഒരു അനാസ്ഥ കോർപ്പറേഷന്റെ ഭാഗത്ത് സംഭവിച്ചു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് ഈ കോർപ്പറേഷൻ തന്നെ ഒരു അഗതി മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അതായത് അവിടെയും വൈദ്യുതി കുടിശ്ശിക ഉണ്ട്. ഒരുപക്ഷെ അതടച്ചില്ലെങ്കിൽ അതിലേക്ക് അവിടുത്തെ ഫീസ് വരാനുള്ള ഒരു തീരുമാനത്തിലേക്കും KSEBക്ക് കടക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് തുക തിരിച്ചടക്കും എന്നുള്ളതാണ് കോർപ്പറേഷൻ ഭാഗത്ത് ലഭിക്കുന്ന വിശദീകരണം. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.